വിസ അടിച്ചിട്ടാ ഒന്നാം തീയതി കയറും. ഞാൻ നിങ്ങളുടെ ധൈര്യത്തിലോട്ട് കയറുന്നത്. എനിക്ക് അവിടെ വേറെ ആരും ഇല്ല. അയ്മ, ഞാൻ 2000 ആദ്യമായിട്ട് ദുബായിക്ക് വരുന്നത്. അപ്പൊ ദുബായുടെ സ്പെല്ലിംഗ് പോലും എനിക്കറിയില്ല. എന്നെ ഈ കാണുന്ന നിലയിൽ എത്തിച്ചത് പൂക്കോട്ട് ഹംസാജിയാ, എന്റെ വാപ്പ. മൂപ്പര മോനെ ഇങ്ങോട്ട് വരുമ്പോ ഞാനത് ആരാ നോക്കാം. നീ ധൈര്യത്തിൽ കയറിയോടാ, ഇക്കിലൂടെ. അത് മതിക്കാ, ഉണ്ടായാ മതി. മോനെ, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. കൊറേ നേരമായിട്ട് അടിക്കുന്നത് എടുത്തൂടെ? ആശിക, ഞങ്ങൾ കുറെ വിളിച്ച് കിട്ടുന്നില്ല, തിരക്കായിരിക്കും അല്ലേ. ഞാനേ ഒരു വിധത്ത് റൂമിന്റെ അവിടെ എത്തിയാണ്, പക്ഷെ എനിക്ക് ഇവിടെ ഒരു പിടുത്തം കിട്ടുന്നില്ല. സ്വന്തം വാപ്പ ദുബായ് വന്നിട്ട് പോലെ ആശു കൊടുത്തില്ല. പിന്നെയാണ് നീ ഉമ്മ ആശുപത്രി ഒരു ജോബ് സെറ്റ് ആക്കിന്നെ. ഞാൻ ഇപ്പൊ അവിടെയാ, എന്തായാലും കിട്ടും. ശരി മാ, തിരക്കി. എനിക്കെന്തേലും ജോലി തരും ഇവിടെ. ശമ്പളം ഒന്നും വേണ്ട, എന്തേലും കഴിക്കാനും റൂം തന്നാൽ. അങ്ങനെ ജോലിയൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇനി വേണം എന്റെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് കൂടല്ലേ. കുഴപ്പമില്ല, ജോലി റെഡിയാക്കിയതാണ്. പക്ഷേ ഞാൻ ദുബായിക്ക് വന്ന് എന്നറിയില്ല, എല്ലാം ബിസിയില്ല. ഫോൺ എടുക്കും. ഇതാ വള്ളിയോ കാര്യം കണ്ടട്ടാ. ഞാൻ മനപ്പുറം ഫോൺ എടുക്കത്തല്ല. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എനിക്ക് ജോലി റെഡിയാക്കാം. അത്ര പാങ്ങളുടെ ജോലിയൊന്നുമല്ല, പക്ഷെ ഞാനായിട്ട് കണ്ടുപിടിച്ചോ. അല്ല, ഞാനത് മനപ്പുറം വിളിക്കാണ്ടെന്നല്ല. അത് കുഴപ്പമില്ലേക്കാം. എന്തായാലും നിങ്ങളോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരാൾ വിശ്വസിക്കരുത്, നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ പഠിപ്പിച്ചെന്ന്. ഇത് കുറച്ച് ബീഫ് വരട്ടിയതാണ്. വിസ അടിക്കാൻ വേണ്ടി നാട്ടിൽ പോയി. അപ്പം ഇപ്പം വന്നതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പാ ഞാൻ അതാ ആശിക്കിൻ്റെ അടുത്തുണ്ട്, കൊടുക്കാം. ഇപ്പം പോട്ടേക്കാം. പറഞ്ഞ പോലെ പഠിച്ച മറക്കട്ടെ.